വയനാടിന്റെ കണ്ണീരൊപ്പാൻ മലയോരത്തു നിന്നും സഹായ പ്രവാഹം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി 1 ലക്ഷം രൂപ സംഭാവന നൽകി. ടി.ഐ. മധുസൂദനൻ MLA തുക ഏറ്റുവാങ്ങി. ഉരുൾപൊട്ടലുണ്ടായി ദുരന്തഭൂമിയായി മാറിയ വയനാട് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ദുരിതബാധിതരെ സഹായിക്കാൻ മലയോരത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ പ്രവഹിക്കുകയാണ്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ 13 മെമ്പർമാർ ചേർന്ന് 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടറിൽ നിന്നും ടി.ഐ. മധുസൂദനൻ MLA തുക ഏറ്റുവാങ്ങി. വളരെ ഹൃദയത്തിൽ തട്ടുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളം നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ അപ്പുറത്ത് കഷ്ടപ്പെട്ട് മണ്ണിനെ പൊന്നാക്കി ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന വയനാടിലെ ഒരു പ്രദേശം മുഴുവനും ഇല്ലാതാവുകയും നൂറുകണക്കിന് പേർ അവരുടെ ജീവൻ ഈ പ്രകൃതിക്ഷോഭത്തിൽ ഹോമിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് നാട് മുഴുവനും കേരളത്തിലെ ഗവൺമെൻറ്റിനോടൊപ്പം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കൈമെയ് മറന്ന് സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നത് ആസാദ് കേശവൻ എന്ന് പറയുന്ന പാടിച്ചാൽ ഞെക്കിളിയിലുള്ളൊരു കുട്ടിയാണ്. 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. അവൻ്റെ വലിയൊരു ഭണ്ണാരം, നിക്ഷേപ കുടുക്ക, അതിൽ വിഷുക്കൈ നീട്ടം അതുപോലെയുള്ള ഓരോ ഘട്ടങ്ങളിലും കിട്ടിയിട്ടുള്ള തുകയെല്ലാം ഇട്ട് അവൻ ശേഖരിച്ചിട്ടുള്ള ഏതാണ്ട് ഒരു 3400ഓളം രൂപ. ആ കുട്ടി പറഞ്ഞത് എനിക്കിത് കൊടുത്തേ പറ്റുമെന്നാണ്. രക്ഷിതാക്കൾ കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ അരികത്ത് വന്നത്. അവൻ്റെ മുഖത്ത് വിരിഞ്ഞിട്ടുള്ള സംതൃപ്തിയുടെ ഒരു ചെറിയ പുഞ്ചിരി മതി ഈ കേരളം ഏത് വിഷമസന്ധിയിലും നിൽക്കുന്നവരെ കൈപിടിച്ചുയർത്തും എന്ന ശുഭാപ്തി വിശ്വാസം നമ്മളിൽ എല്ലാം ഉണ്ടാക്കുക. ആ വഴിയിലാണ് ഒരു ബാഹ്യ സമ്മർദ്ദവും ഇല്ലാതെ, ഏതെങ്കിലും ഒരു തീരുമാനമില്ലാതെ തന്നെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ 13 മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പർമാരെല്ലാം ചേർന്ന് ഒരു മനസ്സോടുകൂടി അവർ സമാഹരിച്ചിട്ടുള്ള തുകയാണ്. അവർ തന്നെ എടുത്ത് കൈമാറുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള തുകയാണ്. 1 ലക്ഷം രൂപ ഈ പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ചിട്ട് ഏറ്റുവാങ്ങുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ഏത് കണ്ണീരും ഒപ്പാൻ നമുക്ക് സാധിക്കും, മരണത്തിൻ്റെ സങ്കടങ്ങളെല്ലാം ഉണ്ടെങ്കിലും എന്ന ശുഭാപ്തി വിശ്വാസം ഈ ഒരു സന്ദർഭം നമ്മളിലെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട മെമ്പർമാരെ എല്ലാം നന്ദിപൂർവ്വം കേരള ഗവൺമെൻറ്റിന് വേണ്ടി അവരെല്ലാം അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ ഈ നല്ല മനസ്സ് നാടിനാകെ ഒരു മാതൃകയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പൊളിക്കൽ, സ്ഥിരം സമിതി ചെയർമാൻമാരായ KK ജോയി, M ബാലകൃഷ്ണൻ, ഷാൻഡി കലാധരൻ, KM ഷാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. സ്വർണം പണയം വെക്കുക, കൂടിയ തുക വാങ്ങുക, എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സിലേക്ക് വന്നോളൂ. കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇനി സ്വർണ്ണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം. മറ്റു ബാങ്കുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം. സ്വർണ്ണ പണയത്തിന്മേൽ EMI തവണ വ്യവസ്ഥ സൗകര്യവും. 25 വർഷത്തെ പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ് കരുവഞ്ചാലിലും ചെറുപുഴയിലും. കൂടിയ മൂല്യമുള്ള സ്വർണം വെച്ചിട്ട് കുറഞ്ഞ തുക ലോൺ എടുക്കണം. 1 പവൻ സ്വർണത്തിന് 48,000 രൂപ വരെ വായ്പ നൽകും. ഗ്രാമിന് 6,000 രൂപയും. സ്വർണം പണയം വെക്കാൻ ഇനി ഒട്ടും ബുദ്ധിമുട്ടേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സിലേക്ക് വന്നോളൂ. ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ്, ഹെഡ് ഓഫീസ് കരുവഞ്ചാൽ, ബ്രാഞ്ച് ചെറുപുഴ. മൊബൈൽ 9495 953 291 9961 370 822.